ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മുകേഷ് ഉൾപ്പെടെയുള്ള 7ഓളം നടന്മാർക്കെതിരെയും സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെയും ലൈംഗിക പീഡന ആരോപണ പരാതി നൽകിയ ആലുവ സ്വദേശിയായ നടി ഇപ്പോൾ ആ പരാതികളിൽ നിന്നൊക്കെ പിൻവാങ്ങുന്നു എന്ന് പറയുകയാണ്. അവർ പറയുന്ന കാര്യം അല്ലെങ്കിൽ മുന്നോട്ട് വെക്കുന്നത് തനിക്കെതിരായ പോക്സോ കേസ് അതൊരു കള്ളക്കേസാണ്. അതിനു വേണ്ടിയിട്ട് സർക്കാർ തന്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിനു വേണ്ടി തന്നെ ആരും സമീപിച്ചിട്ടില്ല, അല്ലെങ്കിൽ മാധ്യമങ്ങളടക്കം അവരെ കേൾക്കുന്നില്ല എന്നൊരു ആരോപണം കൂടി ഉന്നയിച്ചുകൊണ്ടാണ് ഈ ഒരു പരാതിയിൽ നിന്നും പിന്മാറാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും എന്താണ് ഇങ്ങനെ പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് എത്താൻ കാരണമെന്ന് നമുക്ക് നടിയോട് തന്നെ ചോദിക്കാം. മാഡം, നമുക്കറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് മാഡം ഉന്നയിച്ച നടന്മാർക്കെതിരായിട്ടുള്ള പരാതി. അത് പിൻവലിക്കുന്നു എന്നൊരു തീരുമാനമാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയത്? അത് നമ്മുടെ നാടിന്റെ ഒരു നന്മയ്ക്ക് വേണ്ടി, നല്ല നാളേക്ക് വേണ്ടി. അതായത് നാളെ ഒരു പെൺകുട്ടികൾക്ക് ഒരു ചൂഷണം ചെയ്യപ്പെടാൻ പാടില്ല. എല്ലാ പെൺകുട്ടികളും സ്വതന്ത്രമായിട്ട് സിനിമ എന്നല്ല ഏത് കമ്പനികളിലും ജോലി ചെയ്യാൻ അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ എന്നുള്ള ഒരു ഇന്റൻഷനോട് കൂടിയാണ് ഞാൻ വളരെ ഗവൺമെന്റിന്റെയും എസ്ഐറ്റിയുടെ ഒക്കെ സഹായത്തോടെയും പിന്തുണയോടെയും കൂടെ ഞാൻ മുൻപോട്ട് വന്നത്. അതിന്റെ കോൺസിക്വൻസസ് എനിക്ക് അറിയായിരുന്നു. നമ്മൾ അത് സൈബർ ബുള്ളിംഗ് ഒക്കെ ഉണ്ടാവും എന്നൊക്കെ എനിക്കറിയാം. എന്തെങ്കിലും ആയിക്കോട്ടെ, ഐ ഡിഡ്ന്റ് ബോദർ. നമ്മുടെ ഒരു നല്ല സംഭവത്തോടെ ഞാൻ വന്നത്. പക്ഷെ ഇത് 15 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. ഞാൻ ഇതുവരെയും അത് പുറത്ത് പറഞ്ഞിട്ടില്ല. കാരണം എന്റെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ആയിരുന്നു അന്ന് എനിക്ക് വലുത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഉണ്ടായ ദുരന്തങ്ങൾ എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അത് മറ്റുള്ളവർക്ക് ആർക്കും അറിയത്തില്ല. പക്ഷെ അന്ന് ഞാനിത് ആരോടും പറയാനൊന്നും വലിയൊരു ഇഷ്യൂ ആക്കാനും അന്ന് മീഡിയ അത്ര ആക്റ്റീവ് അല്ലായിരുന്നു. പിന്നെ പോലീസ് ഓഫീസേഴ്സും എത്രത്തോളം എനിക്ക് ജസ്റ്റിസ് കിട്ടുമെന്നും എനിക്കൊരു ഉറപ്പില്ലായിരുന്നു. അത് തന്നെയല്ല, അന്നൊക്കെ ഭയങ്കര ഗുണ്ടായുസം നടക്കുന്ന സമയമാണ്. ഞാൻ ഒരു പക്ഷേ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു വരുന്നില്ല. അതുകൊണ്ടാണ് ഭയം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് പോയത്. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഞാൻ സിനിമയെ വിട്ടു, സിനിമയിലില്ല. അങ്ങനെയാണ് ഞാൻ വർഷങ്ങൾക്ക് ശേഷം ഇവിടെ വന്നു. ഞാൻ ധൈര്യത്തോടെ ഇറങ്ങി. എസ്ഐറ്റിയുടെ കൂടെയൊക്കെ വളരെ ആക്റ്റീവായിട്ട്, എസ്ഐറ്റി ഒക്കെ വളരെ ഊർജ്ജസ്വലരായിട്ടുള്ള നല്ല പോലീസ് ഓഫീസേഴ്സാണ്. എനിക്ക് അവരോട് വളരെ സന്തോഷമായിട്ട് അവരെന്നെ വളരെ ഭദ്രമായിട്ട് കൊണ്ടുപോവുകയും ഭദ്രമായിട്ട് ഡ്രോപ്പ് ചെയ്യുകയൊക്കെ ചെയ്ത് എനിക്ക് ഒത്തിരി സന്തോഷമാണ്. പക്ഷേ ഇതിന്റെ കൂടെ പെട്ടെന്ന് ഒരു പോക്സോ കേസ് വന്നു. അതൊരു ഫാബ്രിക്കേറ്റഡ് കേസാണ്. അത് ആരാണ് ആ കുട്ടിക്ക് ക്യാഷ് കൊടുത്ത് ആ കുട്ടിയെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചത്? അപ്പൊ മീഡിയയുടെ മുമ്പിൽ ബ്ലർ അടിച്ചാകൊണ്ട് എന്ത് ഇഷ്ടം വേണമെന്ന് പറയാമല്ലോ, ഉള്ള പോലെ അങ്ങ് വായി വരുന്നൊക്കെ അങ്ങ് പറയാം. അത് ശരിയല്ല. ഞങ്ങളും ഫാമിലി ഉള്ളവരാണ്, ഞങ്ങൾക്കും കുട്ടികളാണ്. ഇപ്പൊ നിങ്ങളൊന്നും മനസ്സിലാക്കുക, എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു മോശമായിട്ട് അങ്ങനെ ഒരു പ്രവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ലോജിക്കായിട്ട്. എനിക്ക് സെക്സ് മാഫിയുമായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ഞാൻ ഈ ചെന്നൈയിൽ നിന്ന്, ഈ കേരളത്തിൽ നിന്ന് ചെന്നൈക്ക് പോകണം? ഈ കേരളത്തിൽ തന്നെ നിന്നുകൊണ്ട് ഇവിടെ തന്നെ ഈ സെക്സ് മാഫിയ എന്ന് പറഞ്ഞ ഈ മുകേഷിനും ഈ ജയസൂര്യയ്ക്കും ഈ ബാലചന്ദ്രമേനോനൊക്കെ പെണ്ണുങ്ങളെ കൂട്ടിക്കൊടുത്താൽ പോരെ? അവർ ഓൾറെഡി അവർക്ക് വേണമല്ലോ പെൺകുട്ടികളെ. എന്തുകൊണ്ട് ഞാൻ ഇതെല്ലാം ഉപേക്ഷിച്ച് പോയി? അപ്പൊ അങ്ങനെ ആ കുട്ടി പറയുന്ന നമ്മളെന്നെ ചിന്തിക്കണം. അപ്പൊ ഇങ്ങനെ ഒരു കള്ളക്കേസിനെതിരെ ഒരു പോലീസ് എന്നെ വിളിക്കുകയോ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തില്ല. ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചത് മീഡിയയാണ്. ഞാൻ മീഡിയനാണ് ആദ്യം അറിയിച്ചത്. മീഡിയയോട് ഇപ്പോഴും വളരെയധികം നന്ദിയുണ്ട്, റെസ്പെക്ട് ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ജനങ്ങളിൽ അത് അറിയിക്കുകയും അത് ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെല്ലാം അറിയുകയും പെട്ടെന്ന് അതിൽ നടപടിയെടുക്കുകയും SIT വരികയും പിണറായി സാർ എല്ലാം പിന്തുണ കൊടുക്കുകയും എല്ലാം ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനൊരു കാര്യം ജനങ്ങളെല്ലാവരും അറിയുകയെല്ലാം ഉണ്ടായി. പക്ഷേ അതിനോടൊപ്പം തന്നെ ഞാൻ മുമ്പോട്ട് വന്നപ്പം എനിക്ക് എല്ലാ പിന്തുണയും എല്ലാ പ്രൊട്ടക്ഷനും എനിക്ക് ഗവൺമെന്റ് തരണം. ഞാനൊരു തെറ്റുകാരിയാണ്, അല്ലെങ്കിൽ ഞാനൊരു ഇല്ലീഗൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എനിക്ക് ഇതുപോലെ ധൈര്യമായിട്ട് മുമ്പോട്ട് വരാൻ പറ്റുകയില്ല. ഞാനെടുത്ത് എന്തെങ്കിലും ഒരു ബിസിനസ്സോ ബാഡ് ബിസിനസ്സോ എന്തെങ്കിലും ഉള്ള രാഷ്ട്രീയമാണെങ്കിൽ എനിക്കിങ്ങനെ മുമ്പോട്ട് വരാൻ പറ്റത്തില്ല. ഞാൻ 2015 തൊട്ട് ഈ ഫ്ളാറ്റിൽ വളരെ സമാധാനമായിട്ട് ഒരു റിട്ടയർഡ് ലൈഫാണ് ഞാൻ. പിന്നെ ഒരു സിനിമയിൽ പോലും അഭിനയിക്കുന്നില്ല. അങ്ങനെ പക്ഷെ ഒരു നല്ലതുണ്ടാകട്ടെ, ഞാൻ കാരണം എന്തൊക്കെ നമുക്കൊന്ന് തുറന്നു പറഞ്ഞേക്കാം. അങ്ങനെ വന്നപ്പം എനിക്ക് പ്രൊട്ടക്ഷൻ തരണം. ഇങ്ങനെ ഒരു കള്ളക്കേസ് വന്നപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയോ ഒന്നും ചെയ്തില്ല. ഇന്നും സോഷ്യൽ മീഡിയയിൽ ഞാൻ നോക്കാറില്ല. പക്ഷേ എന്റെ മക്കള്, എന്റെ നാട്ടുകാരെ, എന്റെ വീട്ടുകാരെ, എന്റെ റിലേറ്റീവ്സ് എല്ലാം അവരെല്ലാം ഒരുപാട് വിഷമിക്കുന്നുണ്ട് ഈ കള്ളക്കേസിന് പ്രകാരം. അതുകൊണ്ട് ഞാൻ ഒരു കൗണ്ടർ കംപ്ലൈന്റ് നെടുമ്പാശ്ശേരിയിൽ കൊടുത്തു. അപ്പോൾ അവരതെന്ത് ചെയ്തു, ഫോർവേഡ് ചെയ്തു. മൂവാറ്റുപുഴയാണ് കേസ് എടുത്താക്കുന്നത്. മൂവാറ്റുപുഴ ജയ്സൽ എന്ന് പറഞ്ഞ SI ആണ് കേസ് എടുത്താക്കുന്നത്. അദ്ദേഹം, ഞാൻ ഫോൺ വിളിച്ചിട്ട് എന്റെ ഫോൺ പോലും അറ്റൻഡ് ചെയ്യുന്നില്ല. എന്റെ കേസിന്റെ സ്റ്റാറ്റസ് പോലും അറിയാനുള്ള എനിക്കിതില്ലേ. അപ്പോൾ അപ്പോഴാണ് എനിക്ക് ഒരുപാട് വിഷമം ഉണ്ടായത്. നമ്മളെന്തിനാണ്, ആർക്ക് വേണ്ടി ഇങ്ങനെ ചീത്തപ്പേര് കേൾക്കുന്നത്? ഇതുപോലെ ഇങ്ങനെ കൂട്ടിക്കൊടുക്ക അമ്മ, ഫോക്കി അമ്മായി എന്നോ എന്തൊക്കെ പേരുകളാണ് യൂട്യൂബിലേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഈ കേസിന് മീഡിയയും
ഗവൺമെന്റും ജനങ്ങളുമാണ് ഈ കേസ് തെളിയിക്കേണ്ടത്, ഈ പോക്സോ കേസ്. കാരണം ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള കേസാണ്. അങ്ങനെ ഒരു സ്ത്രീകളും വന്ന് കള്ളം ഇനി പറയാൻ പാടില്ല. ഇവളെ കയ്യോടെ പിടിക്കണം. മുളയിലെ ഞുള്ളി കളഞ്ഞില്ലെങ്കിൽ ഇനി ഒരുപാട് ജാനറ്റ് മരിയകൾ ഉത്ഭവിക്കും. ഒരു സംശയം ചോദിച്ചോട്ടെ. ഇപ്പോൾ സർക്കാരും മീഡിയയും ഒക്കെ സംരക്ഷിച്ചില്ല, അല്ലെങ്കിൽ അവരിൽ നിന്ന് നീതി കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട്. ഏത് രീതിയിലൊരു സംരക്ഷണമാണ് ആഗ്രഹിക്കുന്നത്? സംരക്ഷണം വെച്ചാൽ ഈ കേസിന്റെ കൂടെ നമ്മൾ മുമ്പോട്ട് പോകുന്നു. ഓക്കെ, ഇപ്പൊ ഒരു പോക്സോ കേസ് നിങ്ങൾ ആ കുട്ടിയെ പോയിട്ട് നിങ്ങൾ ഇതിന്റെ സത്യാവസ്ഥ ചോദിക്കണം. എന്റെ അടുത്ത് വന്നില്ല, നിങ്ങളാരും എന്റെ അടുത്ത് വന്നില്ല. അല്ല, അന്ന് മാഡത്തിന്റെ പ്രതികരണം നമ്മൾ എടുത്തിരുന്നു. അന്ന് ഈ ടെലിയിലൂടെ വിളിച്ചൊക്കെ സംസാരിച്ചിരുന്നു. അന്ന് മാഡം പറയുകയും ചെയ്തിരുന്നു, ഇത് കള്ളക്കേസാണ്, ഇത് തെളിയിക്കാൻ ഞാനും മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു. ഇപ്പം പരാതിക്കാരിയായിട്ടുള്ള പെൺകുട്ടിയുടെയും ഭാഗം ഞങ്ങൾ കേട്ടു. ഇവിടെ ഇപ്പൊ അങ്ങനെയാണല്ലോ സംഭവിച്ചിരിക്കുന്നത്. മാഡത്തിനെയും വന്ന് ഞങ്ങൾ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അപ്പോ മാഡത്തിനെതിരെ വന്നൊരു പരാതി വരുമ്പോഴും സ്വാഭാവികമായിട്ടും നമ്മൾ അവരുടെയും മാഡത്തിന്റെ നേരിട്ട് വന്നില്ലെങ്കിൽ കൂടിയും ഫോണിൽ വിളിച്ച് മാഡത്തിന്റെ ഒരു കാര്യങ്ങൾ ഞങ്ങൾ അന്വേഷിച്ചതാണ്. ഇപ്പോൾ മീഡിയ അല്ലെങ്കിൽ സർക്കാരിന് മുൻപാകെ അല്ലെങ്കിൽ പോലീസിന് മുൻപാകെ ഒരു പരാതി വരുമ്പോൾ പോലീസ് സ്വാഭാവികമായിട്ടും അത് അന്വേഷിക്കുകയാണ്. അതിനുശേഷമാണ് ഈ ആരോപണ വിധേയരായവർ നിരപരാധിയാണോ അല്ലെങ്കിൽ അവർ കുറ്റക്കാരാണോ എന്ന് തെളിയിക്കുന്നത്. അത് ഇതുവരേക്കും തെളിയിച്ചിട്ടില്ല. മാഡം 2 മാസമായി അത് ടപ്പ 1 2 3 എന്ന് പറഞ്ഞ് പൊക്കി എല്ലാത്തിനും പൊക്കിക്കൊണ്ട് പോകുന്നുണ്ട്. ഈ പോക്സോ കേസ് ഇപ്പൊ 2 മാസം ആക്കും എനിക്കെതിരെ കേസ് കൊടുത്തിട്ട്. ഈ നിമിഷം വരെ എന്റെ സത്യം ഞാൻ നിരപരാധിയാണെന്ന് തെളിയിച്ചിട്ടില്ല. അപ്പം നിരപരാധി മാഡത്തിന് അതിലെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അതെന്താ? അതിനുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ നടപടികളും നടക്കുന്നില്ല. പക്ഷെ അന്വേഷണം, ആ പെൺകുട്ടിയുടെ മൊഴി എടുക്കുന്നുണ്ട്. ഈ തെളിവ് ശേഖരണത്തിന് വേണ്ടി ചെന്നൈയിൽ വരെ പോയി. പോലീസിന് അതിന്റേതായിട്ടുള്ള പ്രൊസീജിയറിൽ കൂടി കടന്നു വരികയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം മാഡത്തിനെതിരായിട്ടുള്ള ഒരു കുറ്റപത്രമോ അല്ലെങ്കിൽ മാഡത്തിനെതിരായിട്ടുള്ള ഒരു റിപ്പോർട്ടോ പോലീസ് ഇതുവരേക്കും നൽകിയിട്ടുമില്ല. ആ ഒരു അടിസ്ഥാനത്തിൽ അതുകൊണ്ട് ആ പോക്സോ കേസ് നിൽക്കുന്നതുകൊണ്ട് മാറുന്നു എന്ന് പറയുമ്പോൾ അത് ഈ പോക്സോ കേസ് വന്നതുകൊണ്ട് ഇതിൽ നിന്ന് ഒളിച്ചോടുകയല്ലേ? ഒളിച്ചോടുകയല്ല. പോലീസുകാരെ ചെന്നൈയെ കൊണ്ട് തെളിവെടുത്തു, തെളിവ് കിട്ടിയിട്ടില്ല. ഇത് കള്ളക്കേസാണെന്ന് അവർക്ക് 100% മനസ്സിലായിട്ടുണ്ട്. പിന്നെ എന്തിനാണ് അവരത് മൂടി വെക്കുന്നത്? ഇത് പുറത്തു പറയണം, ഇത് ഈ കേസ് നടന്നിട്ടില്ല എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഇപ്പൊ ഈ കേസുകളിൽ നിന്ന് പിൻവലിഞ്ഞാൽ ആ പോക്സോ കേസ് തെളിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ഈ കേസെല്ലാം പിൻവലിക്കും. ഈ നടന്മാരുടെ എല്ലാ കേസ് പറയും. എന്നിട്ട് ഒറ്റയ്ക്ക് പോക്സോ കേസിനെതിരെ പോകും. അത് ഐ ഗോ ടു എനി എക്സ്റ്റെന്റ്. അതിനിത് പിൻവലിക്കണമെന്നുണ്ടോ? ഈ നടന്മാർക്കെതിരായിട്ടുള്ള കേസ് അത് പോലീസിന്റെ ഭാഗത്തു നിന്നും കൃത്യമായി നടക്കുന്നില്ലേ? മുകേഷിനെ അടക്കം ചോദ്യം ഗവൺമെന്റും പോലീസുകാരും മീഡിയക്കാരും ആരും എന്നെ സപ്പോർട്ടും ഹെൽപ്പും ഒന്നും ചെയ്യാത്തതുകൊണ്ട് ഞാൻ നിങ്ങളോട് എല്ലാവരോടും കൂട്ടുകെട്ടി. അല്ല മാഡം, ഒരു കാര്യം, എന്ത് സപ്പോർട്ടാണ്, എന്ത് രീതിയിലുള്ള സപ്പോർട്ട് എന്നാണ്? സർക്കാർ അത് തെളിയിക്കുകയല്ല, അത് പോലീസ് തെളിയിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ആ കുട്ടിയെ എന്നെ ഇരുത്തി ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കുക. അത് പോലീസിന്റെ രീതിയില്ല. നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്ക് ആരോപണം വരുമ്പോൾ അല്ലെങ്കിൽ പരാതിക്കാർ വരുമ്പോൾ അവരുടെ ഒരു പ്രതികരണം എടുക്കുക എന്നുള്ള അപ്പുറത്തേക്ക് മാഡത്തിന് ആ കേസ് തെളിയിക്കാൻ പറ്റിയില്ലേ? വളരെ സിമ്പിൾ ആയിട്ട് കള്ളക്കേസ് ഏതോ ഒരു ഹോട്ടലിൽ കൊണ്ടുപോയി. ഏത് ഹോട്ടൽ? നമുക്ക് അങ്ങനത്തെ ഒരു ഷോക്കിംഗ് ഒരു ട്രോമ ഉണ്ടായാൽ നമ്മൾ ആരും മറക്കത്തില്ല, ജീവിതകാലം മുഴുവൻ മറക്കത്തില്ല. ഇപ്പൊ എനിക്കുണ്ടായ സംഭവങ്ങൾ പോലീസുകാരെ കൊണ്ട് കറക്റ്റ് സ്ഥാനം ഞാൻ കൊണ്ട് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. എല്ലാം ഓരോ സ്പോട്ടും ഞാൻ കാണിച്ചു കൊടുത്തു. എത്ര 15 വർഷം മുമ്പുള്ള. അതുപോലെ ഈ സ്ത്രീക്ക് ഇപ്പൊ 26 വയസ്സുണ്ട്. ഏത് സ്പോട്ടാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. എന്തുകൊണ്ട് കഴിഞ്ഞില്ല? കള്ളം ഇല്ല, കാണിക്കാനൊന്നും ഇല്ല. വായിൽ വരുന്ന എന്തെല്ലാം പരാതി തന്നെ ഞാൻ എഡ്ഗോയിലെ മാനേജറാണെന്ന് കള്ളം എഴുതിയേക്കുന്നു പരാതിയിൽ. ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ അവിടെ എഡ്ഗോ മാനേജർ വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ അത് തന്നെ കള്ളമല്ലേ? അപ്പൊ അതുപോലെ തന്നെ ഈ ജാനറ്റ് മരിയ വീട്ടിൽ വന്ന് ചോദിക്കുക, ചേച്ചി എന്നെ രക്ഷിക്കണം, ഒരു ചെറുക്കൻ എന്നെ വന്ന് മാസിഡ് ഒഴിക്കാനായിട്ട് എന്റെ പുറകെ നടക്കുക. ഞാൻ പറഞ്ഞു, ആരാ അത്? നമ്മുടെ കസിനല്ലേ? നമ്മൾ ആരാ? ഇന്നയാള്. ഞാൻ അതൊരു കണ്ണടച്ച് വിശ്വസിച്ചു. നമ്മുടെ അനീത്തിയാണ് വിശ്വസിച്ച് ഓടിപ്പോയി എറണാകുളം കമ്മീഷണർക്ക് കൊണ്ട് കംപ്ലൈന്റ് കൊടുത്തു. സാർ എന്റെ അനീത്തിയാണ്, രക്ഷിക്കണം, ആരോ ഇങ്ങനെ. ഉടനെ തന്നെ അത് ആക്ഷൻ എടുത്ത് ആ ചെറുക്കനെ പിടിച്ച് 3 മാസം അകത്തിട്ടു ആ കൊച്ചിനെ. ഇപ്പം ഞാൻ പറയാണ്, അവൻ നിരപരാധിയായിരിക്കണം. ഇവൾ കള്ളം പറഞ്ഞതാണ്, ഇവൾ കള്ളം പറഞ്ഞിട്ടതാണ്. കാരണം ഇവൾക്ക് ഇത് തന്നെയാണ് ജോലി. ഓരോരുത്തരെ വല്ല കാശിനും വല്ല ബ്ലാക്ക്മെയിൽ ചെയ്യുമായിരിക്കും, പിന്നെ അവർക്കെതിരെ കള്ളക്കേസ് കൊടുത്ത് അകത്തിടുക. അപ്പൊ ശരിക്കും ആ കുട്ടീനെ, ആ അകത്ത് പോയ ചെറുക്കനെ ഒന്നുകൂടെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യണം എന്താ സംഭവിച്ചതെന്ന്. ഇപ്പൊ എനിക്ക് ഐ ഫീൽ റിയലി ഗിൽറ്റി. ഇവൾ പറഞ്ഞ് കള്ളമായിരിക്കും, ഞാൻ പോയി പറഞ്ഞതിന്റെ പേരിലാണല്ലോ കേസ് എടുക്കുകയൊക്കെ ചെയ്തത്. ഇപ്പോൾ ഇങ്ങനൊരു നടപടികളിലേക്ക് നീങ്ങുമ്പോൾ ഈ നടന്മാർക്കെതിരായിട്ടുള്ള പരാതിയിൽ അല്ലെങ്കിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമുണ്ടായ കാര്യങ്ങളിലൊക്കെ ഒരു വിശ്വാസ്യത കുറയുന്നു എന്ന് ജനങ്ങൾക്ക് തോന്നുന്നില്ലേ ഈ നടന്മാർക്കെതിരായിട്ടുള്ള പരാതി പിൻവലിക്കുമ്പോൾ?
അത് തന്നെ. ഇപ്പം പിൻവലിക്കുമ്പോഴോ ഇപ്പം ഞാൻ പറയട്ടെ, ഈ നടന്മാർ അവരൊക്കെ നല്ല കാശുള്ളവരാണ്, പിടിപാടുള്ളവരൊക്കെയാണ്. അപ്പൊ അവരുടെ കേസ് എത്രത്തോളം പോകും? നമ്മൾ വെറുതെ ഇവരുടെ പുറകെ പോകുന്നതുകൊണ്ട് അവിടെ ഒരു ജയം. എൻ്റെ വീഡിയോ ക്ലിപ്സ് ഒക്കെ ഉണ്ടെങ്കിലും അത് എത്രത്തോളം എവിടത്തോളം പോകുന്നു എനിക്കറിയില്ല. ഇപ്പം എല്ലാവരും ജാമ്യം എടുത്ത് പോകുന്നുണ്ട്. എന്നാലും ഞാൻ SITയുടെ കൂടെ ഞാൻ നിൽക്കാൻ തയ്യാറാണ്. അവരുടെ കൂടെ എത്രത്തോളം വേണം അത്രത്തോളം അങ്ങേയറ്റം വരെ ഞാൻ അവരോട് നിൽക്കാൻ തയ്യാറാണ്. എനിക്ക് അതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ ഈ പരാതി പിൻവലിക്കാതെ മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത്? അല്ലെങ്കിൽ മറ്റൊരു വഴിയിൽ കൂടി പോക്സോ കേസും കൂടി നേരിടുക, അതല്ലേ ചെയ്യേണ്ടത്? പോക്സോ കേസിന്റെ കാര്യം എന്താന്ന് പറഞ്ഞാൽ അത് തെളിയിപ്പിക്കാൻ അധിക സമയമൊന്നും വേണ്ട. വലിയ വലിയ ക്രൈംബ്രാഞ്ച് ഓഫീസേഴ്സിന്റെ ആവശ്യമൊന്നുമില്ല. ഈ പറഞ്ഞ മോളുടെ പേരെന്നാ? നവമി വിചാരിച്ചാൽ ഈ കേസ് 1, 2, 3 തെളിയും. അത്രയ്ക്ക് സിമ്പിൾ കേസാണ് ഒന്ന് അന്വേഷിച്ചാൽ. അപ്പൊ അതാദ്യം ഒന്ന് അത് ഇനി മേലില് ഇനിയും ഇതുപോലെ ജാനറ്റ് മരിയമാർ മുളയ്ക്കരുത്. മുളയിലെ ഇതുപോലത്തെ കള്ളക്കേസുകളെ നുള്ളിക്കളയണം. അതാണ് ചെയ്യേണ്ടത്. അപ്പൊ ആ കേസ് പിൻവലിക്കാൻ വേണ്ടിയിട്ടുള്ള മെയിൽ അയച്ചോ? പോക്സോ കേസിന്റെ അയച്ചിട്ടില്ല. 3 ദിവസത്തിനുള്ളിൽ 3 ദിവസത്തിനുള്ളിൽ എനിക്ക് എന്താ വരുന്നത്. അതിനുശേഷം 3 ദിവസം ഞാൻ വെയിറ്റ് ചെയ്യും. എന്നെ ആരെങ്കിലും കോൺടാക്ട് ചെയ്യുന്നുണ്ടെന്ന് നോക്കും. ഇല്ലെങ്കിൽ ഞാനൊരു ഇമെയിൽ അയക്കും. അങ്ങനെയാണെങ്കിൽ ഈ ആരോപണ വിധേയരുടെ ഒരു വിജയം തന്നെ ആയിരിക്കില്ലേ? കാരണം വിജയിക്കുന്നത് ഗവൺമെന്റ് ആണല്ലോ വിജയിപ്പിക്കുന്നത്. ഗവൺമെന്റിന് സപ്പോർട്ടായിട്ട് ഒരു സ്ത്രീയാണ് മുൻപോട്ട് വന്നത്. ആ സ്ത്രീയെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവർ വിജയിക്കട്ടെ. അത് ഗവൺമെന്റിന്റെ അനാസ്ഥയാണ്. കാരണം എന്തായാലും ഇതാണ് നടിക്ക് പറയാനുള്ളത്. തനിക്ക് എതിരായിട്ടുള്ള ആരോപണങ്ങൾ, അതിൽ സത്യം എന്താണെന്ന് പുറത്തു കൊണ്ടുവരാൻ സർക്കാർ തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ മാധ്യമങ്ങൾ അവരെ വേണ്ട രീതിയിൽ കേൾക്കുന്നില്ല എന്ന കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് ഈ നടന്മാർക്കെതിരായിട്ടുള്ള പരാതി പിൻവലിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് നടിയെ എത്തിച്ചത്.